കാമം എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഖപ്രാപ്തിക്കായിക്കൊണ്ട് അപ്രാപ്തമായ വസ്തുവെ ആഗ്രഹിക്കുന്നതിനാണ് കാമം എന്ന് പറയുക. പ്രാപ്തമായതിനെ ആഗ്രഹിച്ചാൽ അതിനെ കാമം എന്ന് പറയാറില്ല. അപ്രാപ്തമായ വസ്തുവെ സുഖഹേതുവിനായി ആഗ്രഹിക്കുന്നതാണ് കാമം. ചില സന്ദർഭങ്ങളിൽ ആചാര്യന്മാർ മോക്ഷകാമഹ എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. സ്വർഗകാമഹ എന്നുള്ളത് പ്രസിദ്ധമാണ്. സ്വർഗകാമോ യജേത എന്ന വേദാനുശാസനം തന്നെയാണ്. സ്വർഗകാമൻ യജ്ഞം ചെയ്യണം എന്ന്. മോക്ഷകാമൻ എന്നുള്ള പ്രയോഗവും ഉണ്ട്. അവിടെ കാമശബ്ദത്തിന് ഇച്ഛ എന്നുള്ള അർത്ഥമാണ് കൂടുതൽ യോജിക്കുക. അവിടെ മോക്ഷത്തിനായിക്കൊണ്ടുള്ള ദൃഢതമമായ ഇച്ഛ, അതിനെയാണ് നമ്മൾ മുമുക്ഷുത്വം എന്നൊക്കെ പറയുന്നത്. ഈ ജഗത്ത് ചലിക്കുന്നതിൽ വലിയൊരു പങ്ക് കാമത്തിനുണ്ട്. കാമം, ഇച്ഛ, സങ്കല്പം ഇതിനെയൊക്കെ വേർതിരിക്കാനും നമുക്ക് സാധിക്കണം. എന്താണ് ഇവയുടെ കതിർവരമ്പുകൾ എന്ന് പഠിക്കണം. അപ്പൊ ഇച്ഛയാലല്ല ഈ പ്രപഞ്ചം മുഴുവൻ കറങ്ങണത്. 100% ശരിയാ. ലോകവ്യവഹാരത്തിന് മൂലം കാമം തന്നെയാണ്.